ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ആ കലാപത്തെക്കുറിച്ചും അതിനുശേഷം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അവിടെ നിന്ന് രാജ്യം വിട്ട് ഓടേണ്ടി വന്നതിനെക്കുറിച്ചും ഇന്ത്യയിലെ അഭയം പ്രാപിക്കേണ്ടി വന്നതിനെക്കുറിച്ചുമൊക്കെ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവും. ആ കേട്ടപ്പോൾ അതിനകത്ത് ഞാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ചും അവർ ഇക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാക്കുകയും രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിച്ചെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രതിപക്ഷത്തെയൊക്കെ നേരിടുന്നതിൽ വലിയ വീഴ്ച പറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൂടാതെ അവർ പലപ്പോഴും ഒരു ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോകളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ വളരെ ഒരൊറ്റ വരിയിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് പല വീഡിയോകളിലായിട്ട്. അതൊന്ന്, അവിടെ ജനങ്ങളുടെ ഇടയ്ക്ക് അവിടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു ഇസ്ലാമികവൽക്കരണം, ഇസ്ലാമൈസേഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രക്ഷോഭങ്ങളുടെ ഒരു കാരണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. കൂടാതെ അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടെന്നും അവരുടെ കുത്തിത്തിരിപ്പുകളൊക്കെ ഇതിന് വലിയ കാരണമായിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ വിലയിരുത്തുമ്പോൾ ഹസീന അതിന് പറ്റിയ ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരുടെ നേരിടുന്നതിൽ ചില വീഴ്ചകൾ കാണിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ളത് സത്യമാണെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ ഒരു ഇസ്ലാമികവൽക്കരണവുമാണ് അവിടുത്തെ ഏറ്റവും വലിയ ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചയ്ക്ക് കാരണമായത്. അത് മറ്റേതൊരു രാജ്യത്തും സംഭവിക്കാം, വേണമെങ്കിൽ ഇന്ത്യയിലൊക്കെ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി ആ രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളും, ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ നിലകൊള്ളും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന അത് ഏറ്റവും ആദ്യം ഉണ്ടായത് സയ്യിദ് അബ്ദുൾ അലാ മൗദൂദി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അബ്ദുൾ അലാ മൗദൂദി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പാകിസ്ഥാനിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് അവർ ഈ പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് 1920-കളിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈജിപ്തിലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബ്രദർഹുഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുമെങ്കിലും മുസ്ലിം സാഹോദര്യം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹമാസ് പോലെയുള്ള പല ടെറർ ഓർഗനൈസേഷനുകളൊക്കെ ആയിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ഒരു പരിപാടിയാണിത്. കൂടാതെ ഇവരുടെ ബേസിക് അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയൊക്കെ ആയിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നീട് അത് ഇസ്ലാമിക സ്റ്റേറ്റുകൾ ലോകത്തെമ്പാടും ഉണ്ടാക്കുക, ലോകം മുഴുവൻ ശരിയാ നിയമങ്ങളനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും നമുക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്, പല രാജ്യങ്ങളിലും ഉണ്ടെന്നുള്ളത്. പക്ഷേ അവർക്കൊക്കെ ഒരു ഐഡിയോളജി ഒന്നുണ്ടെന്നേ ഉള്ളൂ. ഇവരുടെ ഒന്നും ഉള്ളിലുള്ളൊരു ഇൻ്റർലിങ്കോ കണക്ഷനോ ഒന്നും അത്രത്തോളം സ്ട്രോങ് അല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അവർ വേൾഡ് വൈഡായിട്ട് പല തരത്തിലുള്ള കാൽക്കുലേഷൻസ് നടത്തിക്കൊണ്ട് ഓരോ രാജ്യത്തേക്ക് പടർന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, യാഹിയ സിൻവർ എന്ന് പറയുന്ന അതായത് ഇസ്മായിൽ ഹനിയുടെ വധത്തിന് ശേഷം ഏറ്റവും പുതിയതായി ഇപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള യാഹിയ സിൻവറാണ്. ആ യാഹിയ സിൻവർ ഒരിക്കൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കാരണം ഇസ്രായേലിനെ കീഴടക്കി അവിടെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അതിനുശേഷം ഇതൊരു തുടക്കം മാത്രമാണ്, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കും എന്നുള്ളതാണ്. അതായത് ശരിയ നിയമങ്ങളനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ എവിടെയും സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പല രാജ്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ അവർ വലിയ ശക്തിയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ അവർ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. അവാമി ലീഗും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അത്രമാത്രം ശക്തിയല്ല, പക്ഷേ എങ്കിൽ പോലും അത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലാണ് അതിന് കുറച്ചും കൂടി ശക്തിയുള്ളത്. കേരളത്തിൽ ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ട് പ്രസ്ഥാനങ്ങളാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്ന് മാധ്യമം എന്ന് പറയുന്ന ദിനപത്രവും അതുപോലെ തന്നെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലും. അപ്പോൾ അവരുടെ സഹോദരന്മാരായതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഇസ്രായേലിനെതിരെയൊക്കെ അവർ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നു. ഇസ്രായേൽ തോറ്റു തുന്നം പാടിയിരിക്കുന്നു. അതായത് ഇസ്മായിൽ ഹനിയെ കൊന്നത് ഇസ്രായേലിന് പറ്റിയ അബദ്ധമാണ്, അവർ ഒരിക്കലും ഹമാസ് തോൽക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ അവർ അടിച്ചുവിടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. താലിബാൻ ഇതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേറിയപ്പോൾ അവിടെ നിന്നുള്ള ജനങ്ങളൊക്കെ കണ്ടം വഴി ഓടുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവരുടെ കീഴിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് ഫ്ലൈറ്റിൽ
വീൽ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് പോലും 8 പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്നത്, ഇവർ മരിക്കുമ്പോൾ ജീവിക്കുന്നത് അത്രയേക്കാൾ ദുസ്സഹമായിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ ആ പാവങ്ങൾ ചിറകിൽ പിടിച്ചും അതുപോലെ ചക്രങ്ങളിൽ പിടിച്ചുമൊക്കെ വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയത്. അവർക്കൊക്കെ അറിയാവുന്നതാണ് വിമാനം ഉയർന്നു പൊങ്ങുമ്പോഴേക്കും താഴെ വീഴാം, പക്ഷെ താഴെ വീണാലെങ്ങാനും രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ രക്ഷപ്പെടാൻ നോക്കിയത്. കാരണം ഇവിടെ നിന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ക്രൂരമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പോയത് ജനങ്ങൾ. പക്ഷേ എങ്കിലും നമ്മുടെ മാധ്യമം പത്രത്തിനൊക്കെ അത് തോന്നിയത് വലിയ വിസ്മയമായിട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന താലിബാൻ ഭരണകൂടം വന്നത്, അത് കഴിഞ്ഞ് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പലപ്പോഴും ഇവർ പുറമേ പറയുന്ന കാര്യങ്ങളല്ല ഇവർ നടപ്പിലാക്കുന്നത്. ഇവരിപ്പോൾ ഈ ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ പലപ്പോഴും സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും, പക്ഷേ ആ പറയുന്നതല്ല ഇവർ നടപ്പിലാക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ ഒരു വലിയ റാലി നടന്നു, വിവാദമായിട്ടുള്ളൊരു റാലി. അതായത് ഒരു കുട്ടിയെ കൊണ്ട് അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോട എന്ന് വിളിപ്പിക്കുന്ന ഒരു റാലിയൊക്കെ നമ്മൾ കണ്ടു. ആ റാലി തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം നടത്തിയതാണ്. അപ്പോൾ അന്ന് അവർ ആ റാലി നടത്താനുള്ള കാരണം തന്നെ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റൊന്നും തോന്നില്ലല്ലോ. കാരണം സാധാരണക്കാർ വായിക്കുമ്പോൾ അത് ഇന്ത്യൻ റിപ്പബ്ലിക്കാണെന്ന് വിചാരിക്കും. അല്ല, സത്യത്തിൽ അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരോടൊക്കെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള ചില പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇവരുടെ വിശ്വരൂപമൊക്കെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി. അവർ 2013 തന്നെ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി അവരെ നിരോധിച്ചതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇലക്ഷനിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചതാണ്. പിന്നെ ഇസ്ലാമിക് ഛാത്ര ശിബിർ എന്ന് പറയുന്ന അവരുടെ ഒരു സ്റ്റുഡൻറ്റ് വിങ്ങും ഉണ്ട്. ആ വിങ്ങാണ് ഈ കലാപത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത്. അവരെയും അവിടുത്തെ ഗവൺമെൻറ് പിന്നീട് നിരോധിക്കേണ്ടായി. അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാദേശിലേക്കുള്ള പ്രക്ഷോഭത്തിലേക്ക് തിരിച്ചു വന്നാൽ, അത് നിങ്ങൾക്കറിയാലോ, ബംഗ്ലാദേശിൽ ഏറ്റവും ആദ്യം ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നതിൻ്റെ കാരണം അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കോട്ട സിസ്റ്റമാണ്. ആ കോട്ട സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ 19,60,000 ജോലികളെ ഗവൺമെൻറ്റിലുള്ളൂ. അവിടെ തൊഴിലില്ലായ്മ വളരെ കൂടുതലായിരുന്നു. ഏതാണ്ട് 59% തൊഴിലില്ലാത്ത ആളുകളാണ്. 15 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ ഏതാണ്ട് 29%, 30%-ഓളം ആളുകളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരുന്നു. അത്തരത്തിലുള്ള ഇക്കണോമിക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഫാക്ടേഴ്സൊക്കെ തന്നെ ഇവർ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം, ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ. അപ്പോൾ ഈ 1972 ഇത് ലിബറേഷൻ വാർ നടന്ന് 1972 ഇത് പുതിയ രാഷ്ട്രമായി മാറുന്നത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി. അപ്പോൾ അങ്ങനെ പുതിയ രാഷ്ട്രമായി മാറുമ്പോൾ അവിടെ ആ ലിബറേഷൻ വാറിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ, അതായത് അതിനു മുമ്പ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്, ആ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് പുതിയ രാഷ്ട്രമായി മാറിയപ്പോൾ അവരുടെ വിമോചന സമരം, അതായത് അവരതിനെ വിളിക്കുന്നത് ലിബറേഷൻ വാർ എന്നാണ്, സ്വാതന്ത്ര്യ സമരം ആണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു 30% സംവരണം വെച്ചു. അതൊന്നും അത് പ്രശ്നമായില്ല. കാരണം വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, വളരെ ദരിദ്ര രാജ്യമായിരുന്നു അന്ന്. അപ്പോൾ ആ സംവരണം അങ്ങനെ നിന്നുപോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സംവരണം അന്ന് അവരുടെ കുട്ടികൾക്ക് വേണ്ടി കൂടി ഈ സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു. അതും പ്രശ്നം ഉണ്ടായില്ല, അങ്ങോട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുടെ കുട്ടികളുടെ കുട്ടികൾക്കും, അതായത് പേരക്കുട്ടികൾക്കും, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി കൂടി ഈ സംവരണം നീക്കി വെച്ചു. സംവരണം എന്ന് പറഞ്ഞാൽ നിസ്സാര സംവരണമല്ല, ഒരിടത്തും ഇല്ലാത്ത സംവരണമാണ്. 30% സംവരണമാണ്. അപ്പോൾ 30% ആ സംവരണം, 10% സ്ത്രീകൾക്ക്, ബാക്കിയുള്ള പിന്നോക്ക ജില്ലകൾക്ക് പ്രത്യേക സംവരണം, പിന്നെ ഹാൻഡിക്യാപ്ഡിൻ്റെ സംവരണം, ഇങ്ങനെയുള്ള പല സംവരണങ്ങളും കൂടി കൂട്ടിവെച്ച് സംവരണം മൊത്തത്തിൽ ഏതാണ്ട് 56% വരും. ബാക്കി 44% മാത്രമേ ഓപ്പൺ മെറിറ്റിൽ ആളുകൾക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ജോലികളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലികളാണ്. അപ്പോൾ അത് മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് 2018 ഇതിനെതിരെ 2018 ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഇത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിൻ്റെ ആളുകൾ തന്നെ ഇത് മാറ്റി പുറകോട്ട് വെക്കുകയും എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെക്കുകയും ചെയ്തു. അവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 മാത്രമേ നിലനിർത്തി. അതിന് വലിയ വേക്കൻസി ഒന്നും ഉണ്ടാവില്ല. ഗ്രേഡ് 3 ഗ്രേഡ് 4 വേക്കൻസികളിൽ ഇത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. പക്ഷെ പിന്നീടാണ് ഈ കഥക്കൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. 2024 ജൂണിൽ വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് ആളുകൾ ഈ പറയുന്ന ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഈ മാറ്റിവെച്ചിരിക്കുന്ന കോട്ട സിസ്റ്റം റീഇൻസ്റ്റേറ്റ് ചെയ്യണം, പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരെത്തുകയും ഹൈക്കോടതി ഉടനെ തന്നെ അതിന്മേലൊരു ഉത്തരവിടുകയും ഇത് പുനഃസ്ഥാപിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ പറയുകയും ചെയ്തപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞു, ഞങ്ങളിതിനെ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ കൊണ്ടുവന്നതാണെങ്കിലും പക്ഷേ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് അതിൻ്റെ അപ്പീൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും പ്രക്ഷോഭം കെട്ടടങ്ങിയില്ല.
അങ്ങനെ പ്രക്ഷോഭം കെട്ടടങ്ങാതെ പ്രക്ഷോഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ചില വെടിവെപ്പുകൾ ഉണ്ടായി, ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഷെയ്ഖ് ഹസീന വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയും ഇതിൻ്റെ ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഈ മരണം എങ്ങനെ നടന്നു എന്നുള്ളതും മരിച്ചുപോയതിനെക്കുറിച്ചും ഒക്കെ തന്നെ. പക്ഷെ അതുകൂടാതെ അവർ വന്ന് പറഞ്ഞപ്പോൾ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം ഷെയ്ഖ് ഹസീനക്ക് പറ്റിയത്, സംവരണം ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ, അതായത് സ്വാതന്ത്ര്യ സമര സേന പോരാളികളുടെ ചെറുമക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും? ഇത് റസാക്കാറിൻ്റെ ചെറുമക്കൾക്ക് കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. റസാക്കാർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഏറ്റവും മോശപ്പെട്ടൊരു പദമാണ്. കാരണം 1972 മുമ്പ് നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ റസാക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ചെറിയ മിലിറ്ററികൾ പോലെ ഫോം ചെയ്യുകയും അവർ പാകിസ്ഥാനെയൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അന്ന് ആ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യദ്രോഹികൾ എന്ന് പറയുന്നൊരു കഴത്തിലാണ് നമുക്ക് പെടുത്താൻ കഴിയുക. റസാക്കാർ എന്നുള്ളതിൻ്റെ ശരിയ മീനിങ് ഹെൽപ്പർ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ രാജ്യദ്രോഹികളാണ്, വളരെ മോശപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ ഈ പറഞ്ഞ വാചകം ഇതാണെങ്കിൽ പോലും ഇത് മറ്റേ പ്രക്ഷോഭം നടത്തുന്നവരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അവരത് വളരെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തു. ആ ട്വിസ്റ്റ് ചെയ്തത് ഇവരെ റസാക്കാർ എന്ന് വിളിച്ചു, ഈ പ്രക്ഷോഭം നടന്നവരെ റസാക്കാർ എന്ന് വിളിച്ചു എന്നാണ്. ഉടനെ തന്നെ പുതിയ സ്ലോഗൻ അവർ വന്നു, നിങ്ങളാരാണ്, ഞങ്ങളാരാണ്, ഞങ്ങൾ റസാക്കാരാണ്, നിങ്ങൾ ഡിക്റ്റേറ്ററാണ്, ഇത് പറയുന്നത് ആരാണ്, ഡിക്റ്റേറ്ററാണ്. അതായത് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള ഒരു റാലികളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ 21 ജൂലൈയിൽ സുപ്രീം കോടതി ഈ ഗവൺമെൻറ്റിൻ്റെ ഹർജി കേൾക്കുകയും അതിനനുകൂലമായൊരു തീരുമാനമെടുക്കുകയും ഈ സംവരണം എന്ന് പറയുന്നത് 5% സംവരണം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കൾക്കും മക്കൾക്കും ഒക്കെ വേണ്ടി മാറ്റിവെക്കുകയും വെറും 5% സംവരണം, ബാക്കി 2% മറ്റു ചില ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ബാക്കി എല്ലാ 93% സംവരണവും അവിടുത്തെ മെറിറ്റിലേക്ക് ആക്കുകയും ചെയ്തു. അപ്പോൾ ഞാനക്കടക്കം വിചാരിച്ചത് അന്ന് ഈ 93% സംവരണം ഓപ്പൺ മെറിറ്റിൽ ആളുകൾക്ക് കിട്ടുമ്പോൾ അതോടുകൂടി പ്രക്ഷോഭം അവസാനിക്കുമെന്നാണ്. കാരണം ഈ കോട്ട ഒഴിവാക്കണമെന്ന് പറഞ്ഞല്ലേ ഇവർ പ്രക്ഷോഭം നടത്തിയത് ഈ കോട്ട റിഫോംസിന് വേണ്ടിയിട്ടാണ് പ്രക്ഷോഭം നടത്തിയത്, പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റേജ് കാണാൻ കഴിഞ്ഞത്. കാരണം അതിൽ ഈ പറയുന്ന ഷെയ്ഖ് ഹസീന മാപ്പ് പറയണമെന്നും പിന്നെ 10,000-കണക്കിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരെ വെറുതെ വിട്ടയക്കണമെന്നുമല്ല ഏതാണ്ട് വീണ്ടും ഒരു 6-7 ഡിമാൻഡുകൾ കൂടിയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ആ മുന്നോട്ട് വെക്കുമ്പോൾ പോലും പ്രക്ഷോഭം ഏതാണ്ട് 1-2 ദിവസത്തേക്ക് കെട്ടടങ്ങിയിരുന്നു. പക്ഷെ കെട്ടടങ്ങിയതിനെ പിന്നെ പുറകിൽ നിന്ന് ആരോ വീണ്ടും ഇതിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമമുണ്ടായി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. വീണ്ടും വലിയ തോതിൽ റാലികളും പ്രക്ഷോഭങ്ങളുമായിട്ട് ആളുകൾ മുന്നോട്ട് വന്നു. അപ്പോൾ അതിനിടയിൽ ഈ പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പേര് ഡെയിലി സ്റ്റാർ എന്നാണ്, ദ ഡെയിലി സ്റ്റാർ. അത് ബംഗ്ലാദേശിലെ 4ാമത്തെ ഏറ്റവും വലിയ പത്രമാണ്. അവിടുത്തെ 1ാമത്തെ പത്രം എന്ന് പറയുന്നത് പാത്രോം ആല എന്ന് പറയുന്നത് ഡെയിലി പാത്രോം ആല എന്ന് പറയുന്ന ഒരു പത്രമാണ്. അത് വലിയ പത്രമാണ്, അത് ബംഗാളി ഭാഷയിലാണ്. പക്ഷേ ഈ പറയുന്നത് ഇംഗ്ലീഷ് പത്രമാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ 1ാമത്തെ പത്രം കൂടിയാണ് ദ ഡെയിലി സ്റ്റാർ. അവർ വളരെ അവരെ അറിയപ്പെടുന്നത് തന്നെ ബംഗ്ലാദേശിലെ ന്യൂയോർക്ക് ടൈംസ് എന്നൊക്കെയാണ് പല പത്രക്കാരും അവർ വിളിക്കുന്നത്. കാരണം അത്ര കുറേ കൂടി ക്രെഡിബിൾ ആയിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുന്ന ആളുകളാണ് അവർ. 204 പേര് ഈ പ്രക്ഷോഭത്തിൽ മരിച്ച ആളുകളുമായി, ഈ കലാപത്തിലൊക്കെ മരിച്ച ആളുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയും അവർ കണ്ടെത്തുകയും ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വെറും 53 പേർ, അതായത് 25% ആളുകൾ മാത്രമേ കുട്ടികളായിട്ടുണ്ടായിരുന്നുള്ളൂ, സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 151 പേരും മുതിർന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം, ഇത് വളരെ കൃത്യമായി അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ ലീഡ് ചെയ്തിട്ടുള്ള സമരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഇസ്ലാമി ഛാത്ര ശിബിർ എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ BNPയുടെ ജാതിയോ തബാഡി ഛാത്രാദൾ എന്ന് പറയുന്ന സംഘടനയും, ഇവർ രണ്ടുപേരും ചേർന്നാണ് സമരം നടത്തിയതെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് വലിയ തോതിൽ ഉള്ള തന്ത്രം ആവിഷ്കരിച്ചതും അതിൻ്റെ മുന്നിൽ നിന്നതും. അതുകൊണ്ടാണ് 153 പേർ മരണപ്പെട്ടത്, അവരുടെ ഇടക്കുള്ള ആളുകളായി മാറിയതും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പോലും ഇതുകൂടാതെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്കാർ ചെയ്തിട്ടുള്ള മറ്റൊരു പരിപാടി എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ഇത് ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് കൂട്ടിവെച്ച് വായിക്കണം. ചില ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിലേക്ക് കേസിന് പോവുകയൊക്കെ ചെയ്യുന്നത് നേരത്തെ ബംഗ്ലാദേശിൽ ഈ ഇത് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് കേസിന് പോയതൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ.
ഇനി ഇത് കൂടാതെ ആർമിയിൽ, അതുപോലെ അവിടെയുള്ള പോലീസിൽ, പിന്നെ അവിടെയുള്ള പ്രൊട്ടക്ഷൻ ഫോഴ്സുകളിൽ, ഇതിലെല്ലാം തന്നെ ഇവരുടെ വിങ്ങുകൾ അതിശക്തമായി ഉണ്ടാവുകയും ആ വിങ്ങുകളിൽ പല ആളുകളും, അതായത് മിലിറ്ററിയുടെ വിങ്ങിൽ തന്നെ ഏതാണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂലമായി നിൽക്കുന്ന ആളുകളുണ്ടാവുകയും അവർ വളരെ കൃത്യമായി ഈ ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വലിയ റാലികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അവർ, ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഒരിക്കലും ഷൂട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും ബംഗ്ലാദേശ് വിട്ടുപോകണമെന്ന് ഷെയ്ഖ് ഹസീനോട് പറയണമെന്നും വഖറുസമാൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ചീഫായിട്ടുള്ള, അയാളെ 2 മാസം മുമ്പ് നിയമിച്ചേ ഉള്ളൂ ഷെയ്ഖ് ഹസീനെ. ഷെയ്ഖ് ഹസീനയുടെ വളരെ ലോയലായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് വഖർ ഉസ്മാനോട് പറയുകയും ആ ആർമി ചീഫായിട്ടുള്ള വഖർ ഉസ്മാൻ അങ്ങനെ ഷെയ്ഖ് ഹസീനെ അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരവിടെ നിന്നും പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. വെറും 45 മിനിറ്റുകൾ സമയം കൊണ്ട് രാഷ്ട്രത്തെ ഒന്ന് അഭിസംബോധന പോലും ചെയ്യാൻ സമ്മതിക്കാതെ പുറത്തേക്ക് വിട്ടത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇനി അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ഒരു കോട്ട വിരുദ്ധ പ്രക്ഷോഭം മാത്രമായിരുന്നില്ല എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പറന്ന് ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഷെയ്ഖ് ഹസീനയുടെ വീട് കയ്യേറി എന്നുള്ളത് നമുക്കറിയാം. ആ വീട് കയ്യേറി അവരുടെ കട്ടിലിൽ കിടന്നു, അവരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയി തെരുവുകളിലൂടെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം പോട്ടെ, ഇതിന് മുമ്പേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ അപ്പാടെ തകർക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും ബാക്കി വെക്കരുത് എന്ന് വിചാരിച്ച് കൃത്യമായ നീക്കത്തോടുകൂടി പ്രതിമകൾ തകർക്കപ്പെട്ടു. ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം മരിച്ചു വീണിട്ടുള്ള ബംഗ്ലാവ് ഉണ്ട്, അതിപ്പോൾ മ്യൂസിയം ആയിരുന്നു. ആ ബംഗ്ലാവ് തന്നെ അങ്ങനെ തന്നെ അടിച്ച് തകർക്കപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിൽക്കരുതെന്ന് വിചാരിച്ച്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ആക്രമിക്കപ്പെട്ടു, അതങ്ങനെ തന്നെ വാൻഡലൈസ് ചെയ്യപ്പെട്ടു, അങ്ങനെ തന്നെ തകർക്കപ്പെട്ടു. കൂടാതെ ഈ പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് നമുക്കറിയാം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വസ്തുക്കൾ ബോയ്ക്കോട്ട് ചെയ്യണം, ഇന്ത്യൻ ഗുഡ്സ് ഒന്നും നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. കൂടാതെ ഹിന്ദുക്കളായിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഫസ്റ്റ് ലാർജസ്റ്റ് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ, അതായത് 8% വരുന്ന ഏതാണ്ട് 1,30,00,000 വരുന്ന ആളുകളെ നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് കൂടി ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ പറയുന്ന കലോപകാരികളുമൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇതും കൂടാതെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷമാണ് അവിടുത്തെ ഒരു ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ആ ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അതിനെ പറയുന്നത് ഒരു ചീഫ് അഡ്വൈസർ എന്നാണ്. അതിലെ മന്ത്രിമാരായിട്ടിരിക്കുന്ന ആളുകളെ വിളിക്കുന്ന അഡ്വൈസറി കൗൺസിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അവർക്ക് എല്ലാ പവറും ഉണ്ട്, പക്ഷേ മിനിസ്റ്റർ അല്ല എന്നുള്ളത് മാത്രം. എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് അങ്ങനെ മിനിസ്റ്റർ എന്നും പ്രൈം മിനിസ്റ്റർ എന്നും ഒക്കെ വിളിക്കണം. അപ്പോൾ അത് നമുക്കറിയാം, മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള 2006 ഗ്രാമീൺ ബാങ്ക് തുടങ്ങുകയും അങ്ങനെ നോബൽ പ്രൈസ് വിൻ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അത് ക്ലച്ച് പിടിക്കാതെയൊക്കെ പോയ മുഹമ്മദ് യൂനുസാണ് അവിടെ ഭരണത്തിലേറിയത്. ആ മുഹമ്മദ് യൂനുസിൻ്റെ ഭരണത്തിലേക്ക് ബാക്കിയുള്ള എല്ലാവരും വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ബംഗ്ലാദേശിൻ്റെ മുൻ ചീഫായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ എക്സ്പേർട്ടുകളെയാണ് നിയോഗിച്ചതെങ്കിൽ അതിനിടയിൽ ഒരാൾ മാത്രം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് ഹുസൈൻ എന്നാണ്. അതായത് ഡോക്ടർ ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ AFM ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിയമിച്ചത് ഹെഡ് ഓഫ് ദ റിലീജിയസ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഹെഡായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. അദ്ദേഹം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഹഫാസത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് അതിൻ്റെ. കൂടാതെ അദ്ദേഹം ഒരു അഡ്വൈസറാണ്. അവിടെ ആന്തോളൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇസ്ലാമി ആന്തോളൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അഡ്വൈസർ കൂടിയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് ഹഫാസത്ത് ഇസ്ലാമിയുടെ ഈ പറയുന്ന AFM ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ ഖാലിദ് ഹുസൈൻ ഉൾപ്പെടുന്നത്. ഇദ്ദേഹം വളരെ ഓർത്തഡോക്സായ, അതായത് ഈ ഹഫാസത്തെ ഇസ്ലാമി എന്നുള്ള പേര് തന്നെ പറയുന്നത് പ്രൊട്ടക്ടർ ഓഫ് ഇസ്ലാം എന്നാണ്.
അദ്ദേഹം ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ അവർ സ്ത്രീകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുകയും അത് ഖുറാനെതിരാണെന്ന് വാദിക്കുകയും അങ്ങനെ നിരവധി മദ്രസകളുടെ കൂടി നടത്തിപ്പവകാശമുള്ള ഈ ഹഫാസത്ത് ഇസ്ലാമി വലിയ പ്രക്ഷോഭം നടത്തുകയും അത് ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനക്ക് പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. ഇനി ഇത് കൂടാതെ 2021 ഈ പറയുന്ന ലിബറേഷൻ വാറിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ചെന്നു. അന്ന് ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ നിരവധി ട്രെയിനുകൾക്ക് തീയിടുകയും വലിയ കലാപം അഴിച്ചുവിടുകയും ചെയ്തൊരു സംഘടനയാണ് ഹഫാസത്ത് ഇസ്ലാമി. ആ ഹഫാസത്ത് ഇസ്ലാമി എന്ന് പറയുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റാഡിക്കൽ ഓർഗനൈസേഷൻ്റെ ഒരു ചീഫിനെ പിടിച്ചാണ് ഇപ്പം ഗവൺമെൻറ്റിൽ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ്, റിലീജിയസ് അഫയേഴ്സ് ഓഫ് മിനിസ്ട്രിയുടെ ഹെഡായിട്ട് വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കിപ്പോൾ വെളിവാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കൂടിയുണ്ട്. ഷെയ്ഖ് ഹസീന ഈ ഹഫാസത്ത് ഇസ്ലാമിയോടും ഈ പറയുന്ന പോലെ AFM ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ആളോടൊക്കെ നേരത്തെ ചങ്ങാത്തം കൂടിയിരുന്നു ചെറിയ സമയത്തേക്ക്. കാരണം അത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നേരിടാനാണ്, അതായത് പോയിസൺ കൊണ്ട് നേരിടാം എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഇവിടെ പല രാഷ്ട്രീയക്കാർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അകാലിദളിനെയൊക്കെ നേരിടുന്നതിന് വേണ്ടി ഭിന്ദ്രൻവാലയൊക്കെ ആയിട്ട് കൂട്ടിച്ചേരുകയും പിന്നീട് സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷനും ഏറ്റവും ഒടുവിൽ അവർക്ക് തന്നെ സ്വയം ജീവൻ കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്ത കഥ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഏതാണ്ട് അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഹഫാസത്ത് ഇസ്ലാമിയുമായി ചേർന്നിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മുടെ ഷെയ്ഖ് ഹസീനക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മറ്റേതൊരു രാജ്യത്തും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റുകൾ ഞാൻ കാണാതെ അല്ല പറയുന്നത്. ഉദാഹരണത്തിന് ചൈനയ്ക്ക് ഇതിൽ വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കാരണം 2 ജൂലൈയിൽ ഷെയ്ഖ് ഹസീന ഈ പറയുന്ന 2024 തന്നെ ചൈനയിൽ വിസിറ്റ് നടത്തുന്നുണ്ട്. അതിനു മുമ്പ് 2016 ഷീ ജിൻപിങ് ബംഗ്ലാദേശിലേക്ക് വന്നു പോകുന്നുണ്ട്. ആ ബംഗ്ലാദേശിലേക്ക് വന്നു പോകുമ്പോൾ വലിയ തോതിൽ വളരെ വാമായ ഒരു സ്വീകരണമാണ് ബംഗ്ലാദേശ് കൊടുത്തതെന്ന് മാത്രമല്ല അവിടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ജൂലൈയിൽ അവർ ചൈനയിൽ വിസിറ്റ് നടത്തിയപ്പോൾ വിസിറ്റ് തീരാൻ സാധാരണ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ ഒരു ദിവസം മുമ്പേ ഷെയ്ഖ് ഹസീനക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കാരണം ഷീ ജിൻപിങ് ഇവരെ കാണാൻ പോലും തയ്യാറായില്ലെന്ന് മാത്രമല്ല വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചൈനയുടെ ഭാഗത്തുണ്ടായത്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ തന്നെ ഈ ഷെയ്ഖ് ഹസീന ഇനി അധികകാലം തുടരില്ലെന്നും അവിടെ നിന്ന് മാറേണ്ടി വരുമെന്നും അവർക്കറിയാമായിരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇതേപോലെ തന്നെ നമുക്കറിയാം അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഡിപ്ലോമാറ്റ്സ് തന്നെ, അമേരിക്കൻ ഡിപ്ലോമാറ്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നുവെന്നും ആ കൂടിക്കാഴ്ചകൾ നടത്തിയതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പുറത്തു വരാൻ കഴിയുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെ തൊട്ടടുത്തുള്ള വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ അവിടെ സൈനിക താവളമാക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നുവെന്നും ഒരു ചെറിയ ദ്വീപ് അത് ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും അതുകൊണ്ടാണ് അമേരിക്ക ഇവരെ ബാക്ക് ചെയ്യാതിരുന്നതെന്നും ഈ എലക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അത് ഒരുപാട് മോശമായ രീതിയിൽ റിഗ്ഗിയപ്പെട്ടുവെന്നും അമേരിക്കയുടെ നിരീക്ഷകർ പറയുകയും അമേരിക്ക ടോട്ടലി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ BBC-യും ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ അംനസ്റ്റി ഇൻ്റർനാഷണലും അടക്കമുള്ള നിരവധി ആളുകൾ ഇവർക്കെതിരെയുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഒരു പരിധി വിട്ട് ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞത് റിവഞ്ചായിട്ടുള്ള കൊലപാതകങ്ങളാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ആ രാഷ്ട്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളിലൂടെയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇതിൽ കൈയുണ്ടെന്ന് നമുക്കറിയാം. കാരണം പാകിസ്ഥാൻ്റെ ISIയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭരണകൂടവും ഒക്കെ ബംഗ്ലാദേശിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുഴപ്പങ്ങളുണ്ടാക്കാൻ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമികളെയും ഇവിടെ റിപ്പബ്ലിക് എന്നും അതുപോലെ തന്നെ മറ്റേ സോളിഡാരിറ്റി എന്നും ഒക്കെ പറഞ്ഞു വരുന്ന ആളുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ വരുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു സമ്മേളനത്തിലാണ് നമുക്കറിയാം വലിയ ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർ വന്ന് മലപ്പുറത്ത് വന്ന് അദ്ദേഹം വിർച്വലി നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വന്ന്, അതായത് നേരത്തെ ഈ ഇസ്മായിൽ ഹനിയക്ക് മുമ്പ് അവിടെ ഹമാസിൻ്റെ ചീഫായിരുന്ന ഒരാളാണ് വന്ന് സംസാരിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങളും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകളും ഒക്കെ കേരളത്തിലുമുണ്ടെന്നും അത് ഭാരതത്തിന് കൂടി എന്തെങ്കിലുമൊക്കെ തലവേദനയാകുമെന്നും കൂടിയുള്ള ഒരു ധാരണയും ഒരു ജാഗ്രതയും ഒക്കെ നമുക്കും വേണ്ടതുണ്ട്.